പ്രോഗ്രാം ഏതായാലും വിചാരിച്ചതിനേക്കാളും ഗംഭീരമായി. ഇനി നമുക്ക് ഈ വേദി കൂടെ അങ്ങ് ഒഴിയാം. നാളെ മുതൽ ഒറ്റ എണ്ണത്തിന് ഈ വഴിക്ക് കണ്ടുപോകരുത്. എൻ്റെ ബേബി ഒഴികെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വെള്ളവഴി ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി സ്പോൺസർ ചെയ്യുന്നു. ചിയേഴ്സ്. നീ കുടിക്കുന്നില്ലേ? അവനിതൊന്നും ഇഷ്ടമല്ല. മമ്മാസ് ലിറ്റിൽ ബോയ്. അവനുള്ളത് കൂടി ഞാൻ അടിച്ചോളാം. അയ്യേ, ഈ പ്രായത്തിലടിച്ചില്ലെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലടിക്കും? ദേരിക്കുന്ന ഒരു ബുജി. ഇവ വേറെ നല്ല കീറ. ഞാനിപ്പോ വെള്ളം അടിച്ചാലും അവനെ പറയാൻ തോന്നില്ല. പക്ഷെ അത് ചെയ്യില്ല. എന്റെ എല്ലാ കാര്യത്തിലും അവൻ എന്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്, എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആകെ കൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാര്യം നോക്കാം. അതുപോലെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് മകനാ? എന്റെ മോ, ഇതിലും ഭേദം പിള്ളേച്ചനായിരുന്നു. അടിച്ച സാധനത്തിന്റെ കെട്ട് വരെ അറിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പാ. അതിന് കാരണം നിങ്ങളാ. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. എടാ, എല്ലാരും നമ്മളെ ഏടാ നോക്കുന്നേ? നീ ഇപ്പൊ ഫേമസ് ആയില്ലേ? ഇത് അവനല്ലേ? ഏതായാലും നിങ്ങളുടെ ഡാൻസ് വിലക്കി. നല്ല ബയോളജി ആയിരുന്നു. ബയോളജി അല്ലടാ, കെമിസ്ട്രി. രണ്ടും ഒന്ന് തന്നെ. അല്ല, നിന്റെ പാർട്ട്ണർ അവിടെ? ഇനി വേറെ ആരെങ്കിലും ബയോളജി പഠിപ്പിക്കാൻ പോയോ? അന്നിറങ്ങിയ നിങ്ങളുടെ വീഡിയോന്റെ ബാക്കി വല്ലതും കാണുമോ? കണ്ടങ്ങ് കൂത്തി തീർന്നില്ല. ഉണ്ടല്ലോ, നിനക്കൊരു സ്പെഷ്യൽ ന്യൂൺ ഷോ തന്നെ സെറ്റ് ചെയ്ത് തരാം. നീ എങ്ങോട്ടാ? അവൻ പറഞ്ഞതിനുള്ള മറുപടി നീ കൊടുത്തില്ലെങ്കിൽ എനിക്ക് കൊടുക്കേണ്ടി വരും. അതാ നമ്മളുടെ സംശയത്തിനൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ തെറി വിളിക്കരുത്. സാർ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. അതെങ്ങനെ ക്ഷമിക്കാൻ പറ്റും? നിങ്ങളെ വിളിച്ചിട്ടല്ലേ ഞാൻ കോളേജിൽ വന്നിട്ട് ഇവന്മാരൊക്കെ പൊക്കിയെടുത്തോണ്ട് വന്നേ. എല്ലാം നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, ചോരി പിടിച്ചോണ്ട്. സാർ, പിള്ളേരുടെ ഭാവി. പറഞ്ഞത് ശരിയാണ്. തൽക്കാലം നമുക്ക് ഇവരുടെ പാരൻസിനെല്ലാം വിളിച്ച് ഒന്ന് ഉപദേശിച്ച് വിടാം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതിന് സമ്മതമാണെങ്കിൽ ഈ ബുക്കിനകത്ത് എല്ലാവരും പേരും ഡീറ്റെയിൽസ് എഴുതിക്കോ. പാരൻസ് വരുന്നവരെ നമുക്ക് ചെറിയൊരു എക്സസൈസ് ആണോ? എല്ലാവരും ഒരു 100 വരെ കേട്ട് കിട്ടണം. ഇനി മേലാൽ അടി ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. വീട്ടിലറിഞ്ഞ അത് സീനാവും. നീ എന്തിനാണ് പേടിക്കുന്നത്? നിന്റെ അച്ഛൻ ഇവിടുത്തെ ഇൻസ്പെക്ടർ അല്ലേ? എന്താണ് അവിടെ ഒരു ബഹളം? സാറേ, എൻ്റെ അച്ഛൻ ഇവിടുത്തെ ഇൻസ്പെക്ടറാണ്. ഓഹോ, നീ നെഞ്ചത്ത് എഴുതിയേക്കുന്നൊന്ന് വായിച്ചേ. സബ് ഇൻസ്പെക്ടർ. അപ്പൊ പിന്നെ ഞാൻ അറിയട്ടാ, ഒരു സ്റ്റേഷനിൽ ഒരു സീ മാത്രമൊന്നുമല്ലല്ലോ ഉള്ളത്. എൻ്റെ സാറേ, ഉമ്മാനൊക്കെ എന്തിനാ പഠിപ്പിക്കുന്നത്? ഇപ്പൊ തന്നെ ഫീസ് കൊടുത്ത് പറഞ്ഞു വിടുന്ന നല്ലത്. നിന്റെ അച്ഛൻ ഇൻസ്പെക്ടർ ആണോടാ? അതെ സാർ. ഏത് സ്റ്റേഷൻ? അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. നമുക്ക് പിടിപാടുന്നെന്ന് സാർ അറിയട്ടെ. അച്ഛൻ ഫുഡ് ഇൻസ്പെക്ടറാ. ഫുഡാ? മോനെ സംശയം അറിയോ? അപ്പൊ ഏത്തടല്ലേ? ഇവരുടെ രണ്ടുപേരുടെയും പാരൻസ് ഒഴികെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. എന്താ ഇവർക്ക് മാത്രം ഒരു പ്രത്യേകത? അവരുടെ പാരൻസ് വിദേശത്തെ സാർ. അപ്പൊ കയറ് വരെ വിട്ടേക്കുന്നതാണ്. തൽക്കാലം അവരോട് നമുക്ക് ഫോണിൽ സംസാരിക്കാം. ബാക്കിയുള്ളവരൊക്കെ വാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അറിയുന്നതിനായി, ക്യാൻറ്റീൻ അടിച്ചു ചേർത്തതിൻ്റെ നഷ്ടം നിങ്ങളുടെ പാരൻസ് ഒക്കെ കൂടെ വീതിച്ചെടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടും നിങ്ങളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ടും പിന്നെ ഞാനൊരു നല്ല മനുഷ്യനായതുകൊണ്ടും ഇത് ഞാനിപ്പോൾ കേസാക്കുന്നില്ല. ഇനി ഇമ്മാതിരി അടിപിടി കേസും കൊണ്ട് എൻ്റെ സ്റ്റേഷൻ്റെ പരിധിയിലെങ്ങാനും നിങ്ങൾ വന്നാൽ ഒറ്റൊരെണ്ണം പുറംലോകം കാണില്ല. അവിടെ പുറത്തുള്ള രജിസ്റ്ററിൽ പേരും അഡ്രസ്സും എഴുതിയിട്ട് എല്ലാവരും സ്ഥലം കാലിയാക്കുക. തൽക്കാലം രക്ഷപ്പെട്ടു. ഇനി ഞാനെങ്ങനെ വീട്ടിൽ കയറും? അളിയാ, നീ എനിക്കൊരു മുൻകൂർ ജാമ്യം എടുത്തു വെക്ക്. എന്തിനാടാ? ഈ തെണ്ടിയെ ഞാനിത് കൊല്ലുടാ. നീ അല്ലേ പറഞ്ഞ നിന്റെ അച്ഛൻ ഇൻസ്പെക്ടർ ആണെന്ന്? അത് പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റേഷനിലാണെന്ന്. ഫുഡ് ഇൻസ്പെക്ടർ ആണെന്ന് ഞങ്ങളങ്ങ് ഊഹിക്കണമായിരിക്കുമല്ലേ? അതെ. അച്ഛാ, മിണ്ടരുത് നീ. ഇത്രയും കാലം ചെറിയ ചെറിയ അടിപിടിയായിരുന്നു. ഇപ്പൊ അത് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയല്ലോ. നിന്നെ കോളേജിൽ വിടുന്നത് പഠിക്കാനാ, അല്ലാതെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നിന്റെ അമ്മയോട് ഞാൻ ഇനി എന്ത് പറയൂടാ? ഇവിടെ ചെലവായി അത്രയും കാശ് എന്റെ മുമ്പിൽ വെച്ചിട്ട് നീ ഇനി വീട്ടിൽ കയറിയാ മതി. ഒരുമാതിരി മറ്റൊരു പരിപാടി കാണിക്കരുത്. അതുവരെ ഞാൻ എവിടെ പോകും? നീ എങ്ങോട്ടാണെന്ന് വെച്ചാ പോടാ. നിന്റെ കുറെ തല്ലുകൊള്ളി ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവന്മാരുടെ ആരുടെയെങ്കിലും വീട്ടിൽ കയറി താമസിക്കും. മിണ്ടരുത്. ഇത് നിന്റെ കൺമുന്നിൽ പോയി കൊണ്ടുപോകരുത്.
അയ്യോ, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഇനി ഞാൻ എങ്ങോട്ട് പോയി? നീ ഇങ്ങനെ കരയല്ലേ? എന്റെ വീട്ടിൽ പോവാം. എന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ മൊത്തം പ്രശ്നമല്ലേ? എന്നെ കൂടെ കൈ കിട്ടിയ എന്നാ എന്റെ വീട്ടിൽ പോവാം. അത് വേണ്ട. കണ്ടോ, അതും ശരിയാവില്ല. ഇനി ഞാൻ എവിടെ പോകും? കുമ്പിടി, വാ പോവാം. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? വാ. സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാനുള്ള ഉദ്ദേശമുള്ളതുണ്ടെങ്കിൽ അത് വേണ്ട. ഒന്നെങ്കിൽ നിന്റെ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിന്റെ കണ്ണൊക്കിട്ട് എന്താന്ന് വെച്ചാൽ വിറ്റ് അങ്ങേർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് വിട്ടു പോകണം. ആ റൂം എടുത്തോ. ഏത് റൂം? അത് എന്റെ റൂം. അന്നവൻ അവിടെയല്ലേ കിടന്നേ? അതെ. അന്ന് നീ എന്റെ മെക്കിട്ട് കയറി, പിന്നെ നീ ആയിട്ട് വെച്ചോണ്ട് വന്നല്ലേ, നീ നിന്റെ മുറി കെട്ടി താമസിപ്പിക്കും. എന്നാലും അച്ഛൻ്റെ ഒരു ബുദ്ധി ഭയങ്കരം തന്നെ. താങ്ക് യു. അമ്മ എന്ത് പറയുന്നു? അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അച്ഛ, അമ്മ വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. വീട്ടിലായിരുന്നോ? തിരിച്ചു പോകാൻ പറഞ്ഞോ? ഏയ്, അച്ഛൻ ഇപ്പോഴും കലിപ്പില്ല. അതാ വർഗത്തിന്റെ പ്രത്യേകതയാ. കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. നീ വന്ന് കിടക്കാൻ നോക്ക്. അവളുടെ ഉള്ളിൽ നമ്മൾ ഒരുമിച്ച് കിടന്നതാ. എനിക്കിപ്പോ ഇറങ്ങായിരുന്നു. താല്പര്യമില്ലല്ലേ? ഗുഡ് നൈറ്റ്. എത്ര ദിവസം തങ്ങാനാ നിന്റെ പ്ലാൻ? അങ്ങനെയൊന്നുമില്ല, അവൻ വളയുന്നവരെ. മിക്കവാറും അവൻ നിന്നെ വളച്ചൊടിക്കും. ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിലാണോ നീ എന്നെ ജ്യേഷ്ഠന്ന് വിളിച്ച് പുറകെ നടക്കുന്നേ? നിനക്ക് വല്ല പ്രാന്തും ഉണ്ടോ? സ്വപ്നം കണ്ടതൊക്കെ നടക്കുമായിരുന്നെങ്കിൽ ഞാനിന്ന് അമേരിക്കൻ പ്രസിഡന്റാ. ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, നീ വീട്ടിലേക്ക് പോയിക്കോ. എടാ, കിയാൻ കൊടുത്തേ. ഷോപ്പിങ്ങിന് ഞാനിവിടെ വരാം. മച്ചാനെ, നീ പഠിത്തൊക്കെ വിട്ട് വല്ല കുക്കറി ഷോക്കും പോടാ. അത്രയ്ക്ക് നന്നായിട്ടുണ്ടോ? എന്നാ എനിക്ക് വേണം. നീ കഴിക്കണ്ട. അതെന്താ? അത് നല്ല എരിവുണ്ട്, നിനക്ക് എരിവ് ഇഷ്ടമല്ലല്ലോ. എന്നാ നീ ഇത് കുറച്ച് കഴിച്ചേ. ഞാൻ ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ, കഴിക്കാൻ. ഇത് ഞാൻ സ്വപ്നം. ഇതെന്താടാ, നിങ്ങൾ ഞങ്ങളെ കൂട്ടാതെ വല്ല ടെക്സ്റ്റൈൽസും തുടങ്ങിയോ? ഓഫർ ഉണ്ടായപ്പോ എടുത്തതാ, എല്ലാവർക്കും ഉണ്ട്. ഹായ് ബ്ലാക്ക്, ഇത് ഞാനെടുത്തു. അത് അവനുള്ളതാ. അതെന്താ അവന് മാത്രം ഒരു സ്പെഷ്യൽ? അതവന് ബ്ലാക്ക് കളർ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു, അതാ. സത്യം പറയടാ, നിങ്ങൾ കമ്മിറ്റഡ് ആയില്ലേ? ഇല്ലടാ, പക്ഷെ ആവൂ. കൈയെടുക്ക്. നിനക്ക് തലയ്ക്ക് ചുറ്റും കണ്ണുണ്ടാ? എടാ, നീ എപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ടാ? നിന്നെ നേരിട്ട് കാണുന്നതേ പേടിയാ, പിന്നെയല്ലേ സ്വപ്നം. എന്നാ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ ആ കഥയാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. காதலின் சொல்லாமல் கொல்லாமல் உள்ளங்கள் பந்தாடுதே அழகாய் பூக்குதே സുഖമായി. നിനക്കിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നുന്നു? എന്ത്? ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാനാ. മിണ്ടാതെ കിടക്കാൻ നോക്കൂ. உள்ளங்கள் பந்தாடுதே ஆசையாய் பேசிட வார்த்தை மோதும் அருகிலே பார்த்ததும் மௌனம் பேசும் காதலன் കാണും നേരം എന്നെ വിളിച്ചോ? നീ ഇപ്പൊ എന്തിനാ വന്നേ? വിളിച്ച പോലെ തോന്നി. ആര്? എപ്പോ? എന്തിന്? നീ എന്തെങ്ങനെ വേർക്കുന്നേ? പുതപ്പ് മൂടി ഇരുന്നിട്ടാ? അതൊന്ന് മാറ്റി. ഇപ്പൊ അതവിടെ നിന്നോട്ടെ. നിനക്കെന്താ പനിക്കുന്നുണ്ടോ? നോക്കട്ടെ. അവിടെ നിന്ന് പറഞ്ഞാ മതി. എനിക്കിപ്പോ ബാത്റൂം പോണം. ഇവനെന്തു പറ്റി? നിന്റെ കയ്യിൽ കാശ് വല്ലതുണ്ടോ? എന്തിനാ? അവൻ ഇവിടെ ഇങ്ങനെ നിർത്തിയാ മതിയോ? പറഞ്ഞയക്കണ്ടേ? അവനെവിടെ നിന്നോട്ടെ, നല്ല രസമല്ലേ? എനിക്ക് അത്ര രസമില്ല. ഞാൻ പറയുന്നത് നീ സീരിയസ് ആയിട്ട് എടുക്കണം. ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്വപ്നം കാണുന്നുണ്ട്. അതും അവനെ കാണുന്നതൊക്കെ അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇന്നും കണ്ടു. അതെങ്ങാനും നടന്നാ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമില്ല. എന്നാ നീ പോയി ചാവ്. അല്ല പിന്നെ കുറെ നാളായി ഒരു സ്വപ്നം എന്ന് പറഞ്ഞ അവനും എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതേ ഇപ്പൊ നീയും. ഓരോ സ്വപ്നജീവികൾ കാരണം മനുഷ്യന് ജീവിക്കാനും പറ്റുന്നില്ലല്ലോ. ലേറ്റായി, കോളേജിൽ പോണ്ടേ?
നിങ്ങൾ വന്നോ, ഞാൻ ബസ്സിന് പോയിക്കോളാം. ഇതിപ്പോ കുറെ ദിവസമായില്ലേ, ഇനി നിന്റെ സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഡയറക്റ്റായിട്ട് പ്രൊപ്പോസ് ചെയ്യേ. നാളെ ക്ലാസ് ഇല്ലല്ലോ, പറ്റിയ സമയ. ഇനി അവൻ്റെ hand കിട്ടിയാലും നിനക്ക് റെസ്റ്റ് എടുക്കാം. നകുലിനെ ഞാൻ നാളെ ഒഴിവാക്കി തരാം. വിഘ്നേഷിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ എന്തെടുക്ക? കുക്കിംഗ് നമുക്ക് കഴിക്കണ്ടേ? എനിക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നു, എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നു. എന്തിനാ ഇതൊക്കെ? ബിക്കോസ് ഐ ലവ് യു. ഓ ഗോഡ്, ഐ നോ. പക്ഷെ ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് ആര് പറഞ്ഞു? എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. അത് നീ മാത്രം അങ്ങോട്ട് തീരുമാനിച്ച മതിയോ? ഇഷ്ടമുണ്ടായിട്ടും ഇല്ലാത്ത പോലെ നീ നടക്കുക. അത് വേണമെങ്കിൽ ഞാൻ തെളിയിക്കാം. വേണോ? ആ വേണം. നീ ഇപ്പൊ എന്നെ നോക്കുന്നത് പോലെ ഇഷ്ടത്തോടെയാ. പിന്നെ എന്റെ കാര്യത്തിന് നല്ല ശ്രദ്ധയുണ്ട്. ഫോർ എക്സാമ്പിൾ, അന്ന് ഞാൻ വിഘ്നേഷ് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ നിന്നപ്പോ അത് കഴിക്കേണ്ട, എരിവുണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, വലിയ കണ്ടുപിടുത്തം. നീ ഇപ്പൊ കുറെ നാളായിട്ട് ഞങ്ങളുടെ കൂടെയല്ലേ, സോ അതറിയാം. നകുലിന് മഷ്റൂം അലർജിയാ. കഴിക്കുന്ന ഫുഡിൽ അതുണ്ടെങ്കിൽ അവനോട് ഞാൻ കഴിക്കണ്ടെന്ന് പറയാറുണ്ട്. അതിനർത്ഥം എനിക്ക് അവനോട് പ്രേമാണെന്നാണോ? ഓ, അപ്പൊ എന്നാ ബ്ലാക്ക് ഷർട്ട് എന്നോട് തന്നെ എടുത്തോളാൻ പറഞ്ഞതോ? ബ്ലൂ അവന്റെ ഫേവറേറ്റ്. അതാണല്ലോ ഞാൻ അവനെടുത്തു കൊടുത്തത്. ചേഷ്ടോ. അപ്പൊ ക്ലാസ് എടുക്കുമ്പോഴല്ലാത്തപ്പോഴൊക്കെ എന്നെ നോക്കുന്നതോ? കണ്ണുള്ളോണ്ട്. ഞാൻ നിന്നെ മാത്രല്ല കാണാൻ കൊള്ളാവുന്ന എല്ലാവരെയും നോക്കാറുണ്ട്. അപ്പൊ കാണാൻ കൊള്ളാന്ന് സമ്മതിച്ചു. അത് പിന്നെ ഉരുളണ്ട. ശരി, വേറൊരു മാർഗം കൂടിയുണ്ട്. നിന്റെ ഫേവറേറ്റ് ആക്ട്രസ് ആരാ? പറ. നയൻതാര. അത് നല്ലൊരു ഓപ്ഷനാണ്. ഫേവറേറ്റ് ഡ്രസ്? ഷർട്ടും പാൻസും. അതല്ല, ഗേൾസിന്റെ. ഓ, സാരി. ഓക്കെ, എന്നാ ഞാൻ നയൻതാരയാണെന്ന് വിചാരിക്കേ. ഇപ്പോ നയൻതാര നല്ല സാരിയൊക്കെ കൊടുത്ത് നിന്റെ മുമ്പിൽ ഇതുപോലെ എന്തിനും തയ്യാറായിട്ട് നിന്നാ നീ എന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്യാൻ? കൈയെടുക്ക്. വികാരം വരണ്ടേ? നീ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറ. You kissed me. No. Yes. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഇഷ്ടമാണെന്ന്. വെയിറ്റ്, ഞാൻ നയൻതാരയാ കിസ് ചെയ്തേ. ആ നീയല്ലേ പറഞ്ഞേ എന്തിനും തയ്യാറായിട്ടാണെന്നൊക്കെ. അപ്പോ കിസ് ചെയ്ത അതിനെന്താ? ഇതൊക്കെ വിഘ്നേഷ് അറിഞ്ഞ മോശമല്ലേ? അവനറിഞ്ഞ എനിക്കെന്താ? ആ വിഘ്നേഷ് അല്ല, ഒറിജിനൽ. സമ്മതിച്ചു തരുന്നുള്ള വാശിയാണ്. എങ്കിൽ പിന്നെ 18ാമത്തെ അടവും കൂടെ ഞാൻ എടുക്കും. ആയിക്കോട്ടെ, പോവാണോ? ആ അടവും കൂടെ എടുത്തിട്ട് പോ. അതിന് കുറച്ച് പ്ലാനിങ് വേണം. അവന്റെ അച്ഛൻ വിളിച്ച് പ്രശ്നമൊക്കെ തീർന്നു പറഞ്ഞു പോയല്ലോ. നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. വാ, കോളേജിൽ നിന്ന് കാണാലോ. വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവര് പ്രശ്നമൊക്കെ പറഞ്ഞു തീർത്തതല്ലേ. കുറെ നാള് കാണാതായപ്പോ ആന്റി അങ്ങളും കൂടി അവനെ സ്നേഹിക്കാവും. ഡിസ്റ്റർബ് ചെയ്യണ്ട, അവൻ വന്നോളൂ. അവൻ ഇന്നും വന്നില്ലേ? 2 ദിവസം ആയല്ലോ. ഇനി അവൻ നന്നാവാൻ വേണ്ടി അവനെ തന്തപിടി അടിച്ചൊതുക്കി കാണൂ. പോടാ, അങ്കിളൊരു പാവ. നിന്നെ കാണാതൊരു നാൾ ഞാൻ ഉരുകുന്നത് പോലെ You're in love. ഒന്നും ചെയ്യാനലസം മെയ് തളരുന്നത് പോലെ You're in love. എല്ലാം നൽകാൻ തോന്നിയാൽ എല്ലാ വാക്കും പറ്റിയാൽ ഒറ്റയ്ക്കാവും നേരത്ത് You're in love. റെഡി ആയില്ലേ? പോവണ്ടേ? നീ പോയിക്കോ, എനിക്കൊന്നൊരു സുഖമില്ല. നിനക്കിത് നേരത്തെ പറയായിരുന്നില്ല, ഞാനും കൂടി ഇരിക്കുമായിരുന്നല്ലോ. മോനോ ഇന്ന് കോളേജിൽ പോയില്ലേ? നന്ദൻ അവൻ പോയല്ലോ. എന്നാ ഞാൻ കോളേജിൽ പോയി കണ്ടാളാം. ബൈ ആന്റി. കോളേജിലേക്കല്ല, അവനിപ്പോ ദുബായിലാ. നിങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇവിടെ ഇങ്ങനെ അടിവഴക്കുണ്ടാക്കി നടക്കല്ലേ. പഠിച്ചു പാസ്സാവില്ലെന്ന് എനിക്ക് തോന്നി. എന്റെ കെയർ ഓഫിൽ ഒരു ജോലി ശരിയാക്കി ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇനിയെങ്കിലും നന്നായി കണ്ടാൽ മതിയായിരുന്നു. അവിടെ ഷെയ്ക്കിനുണ്ടല്ലോ, വലിയ ജോലിയാ അല്ലേ? മോൻ ഇരിക്കും, ഞാൻ കുടിക്കാനെന്നൊക്കെ എടുക്കാം. വേണ്ട ആന്റി, ഞാൻ ഇറങ്ങാം. ഹലോ, ഇവിടെ മാന്ത്രികരല്ലേ, ഇരു കൈകളിൽ ചെപ്പുകളില്ലേ, ഇതല്ലേ മഹാജാലം. എങ്ങോട്ടാ? അവൻ മുകളില്. ചെല്ല്. കളിവാക്കതിൽ മായുകയല്ലേ, തെളിഞ്ഞു ദുബായി പോയെന്ന് പറഞ്ഞിട്ട് പോയി. ഇവിടെ ആരും അന്വേഷിച്ചു വന്നു എന്നറിഞ്ഞപ്പോ എമർജൻസി ഫ്ലൈറ്റ് എടുത്ത് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി.
നിന്റെ തലയ്ക്കെന്താ വല്ല ഓളം ഉണ്ടോ? കോളേജത്തിൽ അഡ്മിഷൻ കിട്ടിയത് സ്പോർട്സ് കോട്ടയില്ല, പിന്നല്ലേ ക്ഷയിക്കേണ്ടല്ലോ ജോലി. അല്ല, അത് കേട്ടപ്പോ എന്താ തല താഴ്ത്തി പോയേ? ഒരു 4 ദിവസം എന്നെ കാണാതായപ്പോ ബിരിയാണി കിട്ടിയിട്ടും വയറ് ബബിൾക്ക് കാരണം തിന്നാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു റിപ്പോർട്ട് കിട്ടി. എന്താ, ഡു യു മിസ് മീ? ഇപ്പോ എന്നെയാണോ അതോ നയൻതാരയാണോ കിസ് ചെയ്തേ? എന്താ മനുഷ്യ? നമുക്കിന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാം. നീ റെഡിയാവ്. അപ്പൊ അവരോ? അവർക്ക് ഇന്ന് വിശപ്പൊന്നും ഉണ്ടാവില്ല. നീ വാ. എനിക്ക് പോണം. കുമ്പിടി കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കാം. ആ വാ പോവാം, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നാ നിൽക്കുന്നേ? പോണെന്ന് പറഞ്ഞിട്ട്? അത് അച്ഛനും അമ്മയും അവരൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നതല്ലേ, അവരെന്ത് വിചാരിക്കും? വേറെ ആരെ കുറിച്ച് വേണേലും നീ വറീഡ് ആയിക്കോ, ബട്ട് എന്റെ പാരന്റ്സിന്റെ കാര്യത്തിൽ വേണ്ട. നീ വന്നേ. അമ്മ, ഞാനിവനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. മോൻ പോവാണോ? ഇന്നിവിടെ നിന്നൂടെ? അത് അവിടെ വേറെ ഒരുത്തൻ വിളിച്ചോണ്ടിരിക്കാം, അവൻ പിന്നെ വരും അല്ലേടാ? അവരെന്താ എന്നെ കുറിച്ചൊന്നും ചോദിക്കാതിരുന്നേ? എല്ലാം അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നീ അവരെ ബോത്തർ ചെയ്യേണ്ട കാര്യമില്ല. എന്റെ ഇഷ്ടം എന്താണോ അതാണ് അവർക്കും. ഇപ്പൊ ഈ കാര്യം നീ ആരോടും പറയണ്ട. അതെന്താ? ഐ നീഡ് സം ടൈം. എനിക്ക് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സോ ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലാകും. നീ എവിടെയായിരുന്നു? ഞാൻ നന്ദൻ്റെ വീട്ടിൽ. ഇത്ര നേരോ? വിളിച്ചാൽ ഫോൺ എടുത്തൂടെ? അവൻ്റെ അമ്മ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. അവര് കമ്മിറ്റഡ് ആയിരുന്ന തോന്നുന്നേ. ആണെങ്കിൽ നമ്മളോട് പറയാതിരിക്കുവോ? നീ അവരെ ക്ലോസ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ, അപ്പൊ മനസ്സിലാവും. എടാ, ഒരൊറ്റ കിസ്. നീ ഒന്ന് വിട്ടേ, ആരെങ്കിലും കാണും. ഇന്നലെ അവൻ തലവേദന എന്ന് പറഞ്ഞ് മുങ്ങിയില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദനും അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു പോയി. നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അവർ തമ്മിൽ എന്തോ സീക്രട്ട് ഇടപാടുണ്ട്. ഇന്നലെ മുങ്ങി അവരെ 2 പേരെ ഞാൻ ബീച്ചിൽ വെച്ച് കണ്ടു. അതിനിപ്പോ എന്താ? നിനക്കതിൽ അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ലേ? അവിഹിതം. നീ ഒന്ന് പോടാ. അവനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ട്. അതേ ദിവസം തന്നെ നന്ദനും എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പോകും. നിനക്ക് വിശ്വാസമില്ല അല്ലേ? അവരിനിയും മുങ്ങും. അന്ന് ഞാൻ പൊക്കും. ഞാനിന്ന് ലീവാ. തലവേദനയായിരിക്കും. നിനക്കെങ്ങനെ മനസ്സിലായി? ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് നേരം കിടന്നാൽ മതി. നീ പോവാൻ നോക്ക്. അവനും ഇന്ന് ലീവാ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നീ വാ. ആരാടാ ഈ സമയത്ത്? ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ നിക്ക്. കൊമ്പിടി. അവൻ കോളേജിൽ പോയില്ലേ? ഇനി അവൻ ശരിക്കും കുപ്പിടിയാണോ അവിടെ ഇവിടെ ഒരേ സമയത്ത് കാണാൻ? സംസാരിച്ചോണ്ട് നിൽക്കാതെ പോവാ നോക്ക്. നിന്ന് നിപ്പിൽ ആദ്യം ആവാൻ പറ്റുമോ? പുറകെ കൂടെ എങ്ങാനും പോടാ. എന്താ വാതിൽ തുറക്കാൻ ഇത്ര താമസം? അതെ, ഞാൻ കിടക്കുമായിരുന്നു. ഇന്ന് കോളേജില്ലേ? കോളേജ് ഇന്ന് അവിടെ തന്നെ ഉണ്ടല്ലോ. നന്ദൻ ഇവിടെ വന്നിരുന്നോ? ഇല്ല. എന്താ? അവന്റെ ഷൂ പുറത്ത് കിടപ്പുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഞാൻ ഇടാൻ വേണ്ടി ഇന്നലെ അവന്റെ അടുത്ത് വാങ്ങിച്ചതാ. എന്തോ ഒരു കള്ളലക്ഷണം. ആളെ കിട്ടി. പുറകെ കൂടി ചാടാനുള്ള പ്ലാനായിരുന്നു. ഇവൻ നിന്നെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞാൻ വിശ്വസിച്ചേനെ. ഈ മതില് ചാടേണ്ട ആവശ്യം എന്താ? പറയടാ, നിങ്ങൾ തമ്മിൽ ലവാണോ? എല്ലാത്തിനും കൂടെ നിന്നിട്ട് നിനക്ക് ഞങ്ങളോടെങ്കിലും പറയായിരുന്നു. അത് പറയണ്ടെന്ന് പറഞ്ഞപ്പോ
കണ്ടാ അവൻ ഇപ്പോഴേ അവന്റെ വാക്ക് കേട്ട് തുടങ്ങി. സോറി, മിണ്ടി പോകരുത്. അവന്റെ ഒടുക്കത്തൊരു പ്രേമം. നീ എന്ത് വിചാരിച്ചിട്ടാ? അങ്കിളും ആന്റി ഇതൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അവന്റെ ഫാമിലിക്ക് ഓക്കെയാ. അതുപോലെ പൊട്ടൻ, രോഗപൊട്ടൻ. എല്ലാരും ഒരുപോലെയാണെന്നാണ് നീ വിചാരിച്ചേ? നോക്കിക്കോ, അവന്റെ പേരും പറഞ്ഞ് നീ കരയും. എന്റെ മുമ്പിൽ നിന്ന് തന്നെ കരയും. ഇനിയിപ്പോൾ ആരെയും പേടിക്കാതെ നമുക്ക് എന്ത് വേണേലും ചെയ്യാലോ. പോവാം, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. ഇതെങ്ങോട്ടാ? കുറെ നേരമല്ലോ. ഫുൾ സൈലൻസ്. എങ്ങോട്ടാണെന്നെങ്കിലും പറ. ഇപ്പൊ എത്തും. ആഹാ, എല്ലാരും ഉണ്ടോ? ഡിന്നർ ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. നീ വാ. ഇതെന്താ എല്ലാവരും ഇങ്ങനെ മുഖവും വീർപ്പിച്ചോണ്ടിരിക്കുന്നേ? നീ ഒന്നും പറഞ്ഞില്ലേ? അച്ഛൻ പറ. എനിക്കൊരു ബ്രദർ ഉണ്ട്. അവരുടെ ഫാമിലി ആയിട്ട് മുംബൈയിൽ സെറ്റിൽഡാ. ഇന്ന് അവിടുന്ന് ഒരു കോള് വന്നു. ഒരു ആക്സിഡന്റ്. അവനും അവന്റെ ഫാമിലിയും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം ഇന്ന് തന്നെ. എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. സോ അവനും വരുന്നുണ്ട്. എന്നാ ഞാനും കൂടി നിങ്ങളുടെ കൂടെ വന്നോട്ടെ? ഇത് തന്നെ നീ പറയുന്ന ഇവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ഞങ്ങള് നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വന്നത്. കൂടിപ്പോയ 2 വീക്സ് അത് വേണം. നിങ്ങൾ ഇപ്പോഴും ലൈഫ് തുടങ്ങിയിട്ടില്ല. മുന്നോട്ട് ഇനി ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്തരം ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ. പഠിത്തം കഴിഞ്ഞൊരു ജോബിന് വേണ്ടി ചിലപ്പോൾ വർഷങ്ങളോളം മാറി നിൽക്കേണ്ടി വരും. മേ ബി നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പ് പോലെ സംഭവിച്ചെന്ന് വരാം. സ്നേഹമാവാം, പക്ഷെ അതിലൊരിക്കലും പൊസസ്ഡ് ആവരുത്. ഇങ്ങോട്ട് നോക്ക്. ഈ 2 ആഴ്ച പോലും വേണ്ടി വരില്ല. അതിനു മുമ്പ് ഞാൻ വരും. ഇവിടെ നിന്ന് മാറി നിൽക്കാൻ എനിക്കും താല്പര്യമില്ല. ബട്ട് അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. അവർ ആദ്യമായിട്ടാ ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അതെനിക്കനുസരിച്ചേ പറ്റൂ. നീ എന്താ വല്ലാതിരിക്കുന്നേ? അവൻ പോയി. മിണ്ടാതിരിയടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല അവൻ തേക്കൊന്ന്. ഇനിയിപ്പോ മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ജസ്റ്റ് മൂവ് ഓൺ. എന്തിനാ ബ്രേക്കപ്പ് ആയേ? ബ്രേക്കപ്പ് ഒന്നുമല്ല. അവൻ മുംബൈയിലേക്ക് പോയി. അവന്റെ അങ്കിളിനും ഫാമിലിക്കും ആക്സിഡന്റ്. അതിനാണ് നീ ഇരുന്ന് മൂങ്ങിയേ. ഒറ്റ വീക്ക് വെച്ച് തന്നുണ്ടല്ലോ. നീ ഇന്നും കോളേജിൽ പോയില്ലേ? എന്താണ് ഇത്? ഒരാഴ്ചയായില്ലേ. നീ എന്നാ തിരിച്ചു വരുന്നേ? ആന്റിയും കുഞ്ഞും ബെറ്റർ ആയിട്ടുണ്ട്. അങ്കിളിന്റെ കുറച്ച് സീരിയസ് ആണ്. എടാ, ഒരു മിനിറ്റ്, അച്ഛൻ വിളിക്കുന്നുണ്ട്. നീ ഒന്നുകൂടെ ട്രൈ ചെയ്യേ. നീ വിളിച്ചിട്ട് എടുക്കുന്നില്ല, പിന്നല്ലേ ഞാൻ വിളിച്ചാ. അവൻ അവിടെ എന്തെങ്കിലും തിരക്കിലാവും. പറയാൻ പറ്റില്ല. ഇനി അവിടെ വല്ല ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഉണ്ടോന്ന് ആർക്കറിയാം. ഒരുമാതിരി എണ്ണ ഒഴിക്കുന്ന സ്വഭാവം കാണിക്കല്ലേ. ഹലോ, നീ എന്താ ഫോൺ എടുക്കാതെ? ഞാൻ ഹോസ്പിറ്റലാ, പിന്നെ വിളിക്കാം. ഒരു കോളിൽ തന്നെ ഫോൺ എടുക്കുന്നതാണല്ലോ. കുറെ നേരം വിളിക്കുന്നു. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. കളിയാക്കിയതാണോ? ഇഷാൻ, അതാരാ? എനിക്കൊന്ന് പുറത്തു പോകണം. ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. കണ്ടോ, അമ്മ വിളിച്ചിട്ട് പോലും അവൻ ഫോൺ എടുക്കുന്നില്ല. എന്തേലും തിരക്കിലായിരിക്കും. എന്ത് തിരക്ക്? അവന്റെ സ്റ്റാറ്റസ് കമ്മിയും കാണുന്നല്ലേ. പാർട്ടി, ട്രിപ്പ്, ഡാൻസ്, പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചാൽ സീൻ പോലും ചെയ്യില്ല. അമ്മ, ഇവിടെ ഒന്നും ആരുമില്ല. നീ ഒന്ന് ശരിക്കും നോക്ക്. എങ്ങനെ നോക്കിയാലും ഇവിടെ ആരുമില്ല. ആരെയാന്ന് എനിക്ക് കാണണ്ടേ? ഫോണിലാരാ? അളിയാ, ചത്താല് ഫോൺ കൊടുക്കല്ലേ, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. എന്താ, ചാരനെ പറഞ്ഞു വിട്ടതാണോ? ഹലോ, കട്ട് ചെയ്തല്ലേ? എൻ്റെ ഐഡിയ അല്ല, അവനാ. അവനെ ഉള്ളിലെ തീയായിട്ട് നടപ്പാ. ഇവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ക്ലാസ് ഒരുപാട് പോയി. ഇനി നാട്ടിലോട്ട് പറഞ്ഞു വിട്ടേക്കാം. ആന്റി മോനും ഇനി ഇങ്ങോട്ട് വരും. അവനും ഇപ്പൊ ബെറ്ററായി. ഇനി വേണേ നീ തിരിച്ചു പോക്കോ. അത് കുഴപ്പമില്ല അച്ഛാ, ഒരുമിച്ച് പോകാം. Are you sure? Okay. അച്ഛാ, ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ പോയിക്കോട്ടെ. സർപ്രൈസ്. Who are you?